അപ്പൊ നമുക്ക് ഈ ഒരു ചോദ്യം നോക്കാം. 2025 CBC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണിത്. If f from n to w is defined as f of n equal to n by 2 if n is even, 0 if n is odd. അപ്പൊ നമ്മളുടെ ഇവിടെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് ഹോൾ നമ്പേഴ്സിലേക്കാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ത് ചെയ്തിരിക്കുന്നത്, മക്കളെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഫംഗ്ഷൻ എന്താണ്? ഈവൻ ആകുമ്പോൾ എന്നിന്റെ വാല്യൂ ഈവൻ ആകുമ്പോൾ n/2 ആണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. എന്നിന്റെ വാല്യൂ ഓഡ് ആകുമ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അങ്ങനെയെങ്കിൽ ഈ ഫംഗ്ഷൻ ഇൻജെക്ഷൻ ആണോ? ഇൻജെക്ഷൻ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഇൻജെക്ഷൻ അഥവാ ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? 1 ആണോ? ഓക്കെ, സർജക്റ്റീവ് ഒഴികെ. അപ്പൊ സർജക്റ്റീവ് ഫംഗ്ഷൻ ആണോ, അതായത് ഓൺ ടു ആണോ? ഇനി ബൈജെക്ഷൻ ആണോ? ബൈജെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? 1 ഓൺ 2 ആണോ, രണ്ടുമാണോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത ഡി ഓപ്ഷൻ എന്താ? നെയ്തർ സർജക്റ്റീവ് നോർ ഇൻജെക്റ്റീവ്. സർജക്റ്റീവും അല്ല ഇൻജെക്റ്റീവും അല്ല, രണ്ടുമല്ല, 1 അല്ല ഓൺ 2 അല്ല. അപ്പൊ ഇതില് ഏതാണ് ശരി എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് വേഗം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. അപ്പൊ നമുക്ക് ഇവിടെ സൊല്യൂഷനിലേക്ക് കിടക്കാം. ഓക്കെ, സോ നമുക്ക് ആദ്യം നമുക്ക് 1 ആണോ അഥവാ ഇൻജെക്റ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇൻജെക്റ്റീവ് അഥവാ 1 ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇവിടെ നോക്കിക്കേ, എന്നിന് ഓടാണെങ്കിൽ എന്നിന് ഏത് ഓഡ് നമ്പർ വന്നാലും ഔട്ട്പുട്ട് എന്താണ്? 0 ആണ്. സോ എന്നിന് നമുക്ക് 2 ഡിഫറെന്റ് വാല്യൂസ് കൊടുക്കാം അല്ലെ. നമുക്കറിയാം ഡൊമൈൻ n ആണ്, നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സോ 2 നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ടുള്ള ഓഡ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 പറയാം, 3 പറയാം. ഓക്കെ, ലെറ്റ് നമുക്ക് പറയാം n equal to 1, n equal to 3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ f of 1 എന്ത് വരും? f of 1 ഉം 0 ആണ്. ഓക്കെ, f of 3 എന്താണ്? f of 3 ഉം 0 ആണ്. ഇവിടെ നോക്കിക്കേ, f of which implies f of 1 equal to f of 3, but നമുക്ക് എന്തറിയാം? but 1 not equal to 3 ആണ്. therefore f is not injective. ഓക്കെ, അപ്പൊ f എന്തല്ല? ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ അല്ല. ഇനി നമുക്ക് എന്താ മക്കളെ ചെക്ക് ചെയ്ത് നോക്കാനുള്ള? ഇനി ചെക്ക് ചെയ്ത് നോക്കാനുള്ളത് ഓഡ് ടു അഥവാ സർജക്റ്റീവ് ആണോ എന്നാണ് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് സർജക്റ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സർജക്റ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാനുള്ളത് നമ്മുടെ റേഞ്ചിലെ എല്ലാ പേരും കോഡൊമൈനിലെ എല്ലാ പേരും റേഞ്ചിലുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നമ്മളുടെ റേഞ്ച് എന്താണ്? റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത് W ആണോ ആകുന്നത് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ അതിന് നമുക്കറിയാം എന്താണ്? എഫ് ഓഫ് n equal to 0 ആകും. ഓക്കെ, ഫോർ ഓൾ n is odd. സോ n ഓഡ് ആണെങ്കിൽ 0 ആകും. സോ 0 എന്താണ്? 0 എലമെന്റ് ഓഫ് റേഞ്ച് ആണ് അല്ലെ. 0 എലമെന്റ് ഓഫ് റേഞ്ച് ഓഫ് എഫ്. ഓക്കെ, അപ്പൊ റേഞ്ചിൽ ആരുണ്ട്? 0 ഉണ്ട്. ഇനി 0 അല്ലാതെ ഒരു എന്താണ് ഹോൾ നമ്പർ നമുക്കൊന്ന് എടുത്തു നോക്കാം. ഓക്കെ, ലെറ്റ് നമുക്ക് എടുക്കാം x എലമെന്റ് ഓഫ് W where x not equal to 0. ഓക്കെ, x എലമെന്റ് ഓഫ് W ആണ്, x എന്തല്ല? 0 അല്ല, which implies 2x. ഓക്കെ, നമ്മള് എന്താണ് കോഡൊമൈനിലെ ഒരാളെയാണ് എടുത്തിട്ടുള്ളത്. സോ അയാൾ എന്താണ്? x ആയിട്ട് എടുത്തിട്ട് കോഡൊമൈനില് 0 ഉണ്ട് എന്തായാലും. ഓക്കെ, റേഞ്ചിലുണ്ട് നമ്മൾ കണ്ടു. ഇനി 0 അല്ലാത്ത കോഡൊമൈനിലുള്ള ഒരു എലമെന്റ് എടുത്തു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ x W-ലുണ്ടെങ്കിൽ x എവിടെ ഉണ്ടാകും? x n-ലുണ്ടാകും അല്ലെ. x n-ലുണ്ടാകും. സോ 2x എവിടെ ഉണ്ടാകും? നാച്ചുറൽ നമ്പർ ആയിരിക്കും. ഓക്കെ, ആൻഡ് 2x എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. ഓക്കെ, ഏതൊരു നമ്പറിന്റെ കൂടെയും 2 മൾട്ടിപ്ലൈ ചെയ്താൽ അത് ഈവൻ ആകും. വിച്ച് ഇംപ്ലൈസ് f of 2x. f of 2x എന്ന് പറയുന്നതായിരിക്കും എന്ത് വരുന്നത്? 2x/2. ഓക്കെ, അഥവാ എന്ത് കിട്ടും? x കിട്ടും. അപ്പൊ നമ്മള് എന്താണ് കോഡൊമൈനിൽ നിന്ന് ഒരാളെ എടുത്താൽ, ഓക്കെ, സോ കോഡൊമൈനിൽ നിന്ന് നമ്മൾ ഒരാളെ എടുത്തു. സോ അയാളെ നോക്കിക്കേ, അയാള് എവിടെ ഉണ്ടെന്ന് കിട്ടി? റേഞ്ച് ഓഫ് എഫിലും ഉണ്ടെന്ന് കിട്ടി അല്ലേ. അപ്പോ റേഞ്ച് ഓഫ് എഫിൽ ആരൊക്കെ ഉണ്ട്? 0 അല്ലാത്ത എല്ലാ ഹോൾ നമ്പേഴ്സും ഉണ്ട്, 0യും ഉണ്ടെന്ന് കിട്ടി. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് പറയാം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പറയുന്നതാണ് ഇങ്ങോട്ട് എഴുതുന്നത്. ഓക്കെ, 0 ആൻഡ് നോൺ സീറോ x in W. ഓക്കെ, എലമെന്റ് ഓഫ് എന്താണ്? റേഞ്ച്. അപ്പൊ റേഞ്ചിൽ ആരൊക്കെ ഉണ്ട്? 0യും ഉണ്ട്, നോൺ സീറോ W ഉണ്ട്. ഓക്കെ, സോ നമുക്ക് പറയാം എനി എലമെന്റ്, ഓക്കെ, W-ലുള്ള എല്ലാവരും എവിടെ ഉണ്ടെന്ന് പറയാം? റേഞ്ചിലും ഉണ്ടെന്ന് പറയാം. സോ റേഞ്ച് എന്ന് പറയുന്നത് W തന്നെയാകുന്നു. ഓക്കെ, റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത് ഇവിടെ നമ്മളെ ഫംഗ്ഷന്റെ റേഞ്ച് എന്ന് പറയുന്നത് എന്താകുന്നു? ഹോൾ നമ്പർ ആകുന്നു. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് എഫ് ഈസ് സർജക്റ്റീവ്. എഫ് എന്താണ്? സർജക്റ്റീവ് ആണ്, ഓൺ ടു ആണ്. ഓക്കെ, നോക്കിക്കേ, ഇവിടെ രണ്ടാമത് വരുന്ന എല്ലാ പേർക്കും എന്തുണ്ട്?
പ്രീ ഇമേജ് ഉണ്ട്. എങ്ങനെ കിട്ടി? രണ്ടാമത് ഹോൾ നമ്പേഴ്സ് ആണ്. ഹോൾ നമ്പേഴ്സിൽ സീറോയും ഉണ്ട്, ബാക്കി എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പൊ നോൺ സീറോ ഹോൾ നമ്പേഴ്സ് നിർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നാച്ചുറൽ നമ്പേഴ്സ് നിർത്താലും മതി. ഓക്കെ, അപ്പോ എന്താണ്? സീറോയും ഉണ്ട്, എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഉണ്ട് ഹോൾ നമ്പേഴ്സ്. അതിൽ നമ്മൾ സീറോ നോക്കുമ്പോൾ എല്ലാ ഓടായിട്ട് വരുന്ന കേസിലെല്ലാം സീറോ ഔട്ട്പുട്ട് ആണ്. സോ സീറോ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നുണ്ട്. ഇനി ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പർ എടുത്താൽ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, ഏത് നാച്ചുറൽ നമ്പർ, ഈവൻ ആയിക്കോട്ടെ ഓഡ് ആയിക്കോട്ടെ, ഏതൊരു നാച്ചുറൽ നമ്പർ എടുത്താലും അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഈവൻ നമ്പർ ആണ്. ഓക്കെ, സോ ആ ഈവൻ നമ്പറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അതിന്റെ പകുതിയായിട്ട് വരും. ഓക്കെ, അപ്പൊ അത് തന്നെ കിട്ടും, ആ നാച്ചുറൽ നമ്പർ തന്നെ കിട്ടും. സോ എല്ലാവരും എന്ത് വരുന്നുണ്ട്? ഡബ്ല്യൂയിലുള്ള ഏതൊരാളെ എടുത്താലും അവര് റേഞ്ചിന്റെ അകത്ത്, അതായത് അവർ ഒരു എലമെന്റിന്റെ ഇമേജ് ആയിട്ട് വരുന്നുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും അതെന്താണ്? ഫംഗ്ഷൻ എന്ന് പറയുന്നത് സർജക്റ്റീവ് ആണ്. ഓക്കെ, സോ അപ്പൊ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, സർജക്റ്റീവ് ഓൺലി. ഓക്കെ.